ഇനി നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റി സമയം കളയാത്ത നല്ലൊരു നാടൻ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ 1/2 കിലോ ചിക്കനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് 20 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി കഴിയുമ്പോൾ ഈ പുരട്ടി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലോട്ട് മീഡിയം സൈസിൽ 2 സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1.5 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1.5 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം. എന്നിട്ട് തിരിച്ചും ഇത് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെക്കണം ഒരു 5 മിനിറ്റ് നേരം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല അല്ലെങ്കിൽ ചിക്കൻ മസാലയും 1/2 ടേബിൾ സ്പൂൺ ചൂടാക്കിയ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കണം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇത് അടച്ചു വെച്ച് വേവിക്കണം. 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നേരം. ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കാം. അതുപോലെ ഇച്ചിരി കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റ് ചെയ്ത് ചോറിനും ചപ്പാത്തിക്കും അതുപോലെ ഗീ റൈസ് പുലാവ് എല്ലാത്തിനും കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ റോസ്റ്റ് ചെയ്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്